ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി. ജാമ്യം ഒരാഴ്ച കൂടി നീട്ടണമെന്ന ആവശ്യം കോടതി തള്ളി. ഇതോടെ മദ്യനയ അഴിമതി കേസിൽ ജാമ്യത്തിലിറങ്ങിയ കെജ്രിവാൾ ജൂൺ 2-ന് തന്നെ ജയിലിൽ തിരികെ എത്തണം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചും ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചും കനത്ത പ്രഹരം തന്നെയാണ്, കനത്ത തിരിച്ചടി തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 7 ദിവസം കൂടി അദ്ദേഹത്തിന്റെ ഇടക്കാല ജാമ്യം നീട്ടി നൽകണം എന്നുള്ള ആവശ്യമായിരുന്നു പ്രധാനമായും ഉന്നയിച്ചത്. പക്ഷേ ഈ ഒരു അറസ്റ്റിനെതിരായിട്ടുള്ള ഹർജി അത് വിധി പറയാൻ മാറ്റിയ സാഹചര്യത്തിൽ ഇത് ലിസ്റ്റ് ചെയ്യപ്പെടാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാട് സുപ്രീം കോടതി രജിസ്ട്രി സ്വീകരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജാമ്യം വ്യവസ്ഥയിൽ ഇളവ് നൽകാതെ അദ്ദേഹം ജൂൺ 2-ന് തന്നെ തിരികെ ജയിലിൽ പോകണം എന്നുള്ളൊരു നിർദ്ദേശത്തെ കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായതോടുകൂടി ജൂൺ 1-നാണ് അദ്ദേഹത്തിന്റെ 21 ദിവസത്തെ ഇടക്കാല ജാമ്യം അവസാനിക്കുന്നത്. ജൂൺ 2-ന് അദ്ദേഹം തിഹാർ ജയിലിലേക്ക് തിരികെ മടങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ സ്ഥിരം ജാമ്യത്തിനായി അദ്ദേഹത്തിന് വിചാരണ കോടതി സമീപിക്കാമെന്നുള്ളൊരു നിർദ്ദേശം നേരത്തെ തന്നെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി സ്ഥിര ജാമ്യത്തിനായി അദ്ദേഹത്തിന് വിചാരണ കോടതി സമീപിക്കാനൊരു നീക്കമായിരിക്കും ഇനി നടക്കാൻ പോവുക. എന്തായാലും സുപ്രീം കോടതി രജിസ്ട്രി കടുത്ത നിലപാട് തന്നെ സ്വീകരിച്ചിരിക്കുന്നു. ലിസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാട് കൂടി എടുത്ത ഒരു പശ്ചാത്തലമുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം ഈ ഒരു അപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം 7 കിലോ തൂക്കം കുറഞ്ഞ തനിക്ക് PET CT സ്കാൻ അടക്കം മെഡിക്കൽ പരിശോധനകൾ ആവശ്യമാണെന്നും അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി തനിക്ക് പരിശോധനകൾക്ക് വിധേയമാകേണ്ടതായിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിരവധി തവണ ജയിലിലായിരുന്നപ്പോൾ പോലും തന്നെ തന്റെ ആരോഗ്യ പ്രശ്നത്തിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവിടെ എത്തി ഡോക്ടർ പ്രാഥമിക ചികിത്സകൾ നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അത് തുടർ ചികിത്സ നൽകുന്നതിന് വേണ്ടി കൂടി തന്നെയാണ് ഇത്തരത്തിൽ 7 ദിവസം കൂടി ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്നൊരു ആവശ്യം സുപ്രീം കോടതി സമീപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചത്. പക്ഷേ അതിപ്പോൾ സുപ്രീം കോടതി രജിസ്ട്രി തള്ളുകയാണ്. അത് സംബന്ധിച്ച് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചും വലിയ കനത്ത പ്രഹരം തന്നെയാണ്. കാരണം ജൂൺ 1-ന് ഈ ഒരു ഘട്ടം തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം അവസാനിക്കുന്ന ജൂൺ 1-ന് രാത്രി 7 മണിക്ക് ഡൽഹിയിൽ വെച്ച് ഇന്ത്യ സഖ്യത്തിന്റെ നിർണായക യോഗം ചേരുന്നുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി നേതാക്കളും ആ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു വേളയിൽ അതായത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്നടക്കമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഇന്ത്യ മുന്നണിയുടെ യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ അരവിന്ദ് കെജ്രിവാൾ തിരികെ ജയിലിൽ പോകുന്നതിന് മുമ്പേ തന്നെ ഇക്കാര്യത്തിലൊക്കെ തന്നെ കൃത്യമായി ധാരണ ഉണ്ടാക്കണം. മന്ത്രിസഭ രൂപീകരിക്കുകയാണെങ്കിൽ ഏതൊക്കെ പാർട്ടികൾക്ക് മന്ത്രിസ്ഥാനങ്ങൾ നൽകണം, അതടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു യോഗത്തിന്റെ പ്രധാന അജണ്ടയായി മാറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന ആ ഒരു വേളയിൽ കൂടുതൽ സമയം കൂടി നീട്ടി ചോദിക്കാനുള്ള തീരുമാനത്തിലേക്ക് അരവിന്ദ് കെജ്രിവാൾ പോയത്, ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടി പോയത്. അതിനൊരു കടുത്ത പ്രകാരം ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ലിസ്റ്റ് ചെയ്യപ്പെടാൻ സാധിക്കില്ല എന്നുള്ളൊരു കടുത്ത നിലപാട് കൂടി സുപ്രീം കോടതി രജിസ്ട്രി കൈക്കൊള്ളുകയായിരുന്നു. എന്തായാലും അരവിന്ദ് കെജ്രിവാളിന് വലിയ തിരിച്ചടിയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്.